കേരളത്തിൻ്റെയും നിലമ്പൂരിൻ്റെയും വികസനം വോട്ടർമാരുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്. BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിലാകമാനം അവതരിപ്പിക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. വികസിത കേരളം, വികസിത നിലമ്പൂർ, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലക്ഷ്യമായിട്ട് ഈ പ്രചരണത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ വികസനത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള വർഗീയതയുടെ, മതത്തിൻ്റെ മതരാഷ്ട്രീയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും LDF UDFും പ്രചരിപ്പിച്ചത്. കാരണം വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ LDF UDFും ബോധപൂർവം പരിശ്രമിച്ചിരുന്നു. കാരണം വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിചാരണ ചെയ്യപ്പെടും. കാരണം 60 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ മൊത്തത്തിൽ, അല്ലെങ്കിൽ അതേപോലെ പ്രത്യേകിച്ച് നിലമ്പൂരിൽ വികസന രംഗത്ത് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ബൈപ്പാസിൻ്റെ പ്രശ്നമായാലും, കോഴിക്കോട് നിലമ്പൂർ പാതയുടെ കാര്യമായാലും, നഞ്ചങ്കോട് റെയിൽപാതയുടെ കാര്യമായാലും, ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ കാര്യമായാലും, നിലമ്പൂരിനെയും ഏറനാടിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പ്രശ്നമായാലും, ഇതുപോലുള്ള ഒരു വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും LDFും UDFും ഒക്കെ പരിശ്രമിച്ചിരുന്നു. അവർ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ, വികസനത്തെ വിസ്മരിച്ചുകൊണ്ട് തീവ്രവാദ സംഘടനകളുമായിട്ട് സഖ്യമുണ്ടാക്കി മതരാഷ്ട്രവുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇവിടെ ഞങ്ങൾ കരുതുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകും. മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പരമ്പരാഗതമായി വോട്ട് ചെയ്തവർ നിലമ്പൂരിൽ NDAക്ക് അനുകൂലമായി, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 60 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും നിലമ്പൂരിൽ സാധിക്കാത്തത് NDA സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജിന് ഒരവസരം ലഭിച്ചാൽ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ശ്രീ മോഹൻ ജോർജ് ജയിച്ചു കഴിഞ്ഞാൽ അതിലെ പണി ആരംഭിക്കും, അത് യാഥാർത്ഥ്യമാകും. അതേപോലെ സ്കൂൾ കെട്ടിടം, അത് യാഥാർത്ഥ്യമാകും. കോഴിക്കോട് നിന്നും നിലമ്പൂരിലേക്കുള്ള 4 വരി പാത, അതും ഞങ്ങൾക്ക് മോഹൻ ജോർജിന് അവസരം ലഭിച്ചാൽ യാഥാർത്ഥ്യമാക്കും. മാത്രമല്ല, ജില്ലാ ആശുപത്രി ക്യാൻസർ ആശുപത്രിയായി മാറ്റും എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപനം 100% ഞങ്ങൾ നടപ്പാക്കും. നിലമ്പൂരിലെ ജനങ്ങൾക്ക് 60 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വാഗ്ദാനത്തിൻ്റെ ലംഘനമാണ് നടത്തിയതെങ്കിൽ ഞങ്ങളിത് പ്രാവർത്തികമാക്കും. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു സന്ദേശമായിരിക്കും. അതുകൊണ്ട് ഈ BJPയുടെ ഈ സന്ദേശം, അല്ലെങ്കിൽ ഈ ഉറപ്പ് നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിക്കും. അവർ മോഹൻ ജോർജിന് അനുകൂലമായി സമ്മതിദാനാവകാശം വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രത്യേകിച്ചും ഇത്തവണ LDFിൻ്റെയും UDFിൻ്റെയും വോട്ട് ബാങ്കിൽ കനത്ത ചോർച്ചയുണ്ടാവും. ഏതായാലും ഞങ്ങൾ പറയുന്നു, LDFും UDFും CPMും കോൺഗ്രസും ഇപ്പോൾ തന്നെ ഒരു വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനെ ഇപ്പോൾ തന്നെ നിയോഗിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കുടിയേറ്റ മേഖല, നിലമ്പൂരിലെ കുടിയേറ്റ മേഖല, ആ കുടിയേറ്റ മേഖലയിൽ ഞങ്ങൾ വലിയ സ്വീകാര്യതയാണ് ഇപ്രാവശ്യം NDAക്ക് ലഭിച്ചത്. ഇതുവരെ BJPക്കോ NDAക്കോ പ്രവേശിക്കാൻ സാധിക്കാത്ത
കുടിയേറ്റ മേഖലയുണ്ടല്ലോ, ആ കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത്. ഞാനിതൊരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുടിയേറ്റ മേഖല NDF-ൻ്റെ വോട്ട് ബാങ്ക് ആ മേഖലയിലുണ്ട്, LDF-ൻ്റെ വോട്ട് ബാങ്കും ആ മേഖലയിലുണ്ട്. പക്ഷേ ഇത്തവണ അത് കുടിയേറ്റ മേഖല ഒന്നടങ്കം NDA-ക്ക് അനുകൂലമായി വിധി എഴുതും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മറ്റ് മേഖലകൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ശുഭപ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നത്. അതായത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വോട്ടർമാർ, ഈ 20 കൊല്ലം പഴക്കമുള്ള ബൈപ്പാസ് അതിന് മാറില്ല, അതിന് മാറ്റം ഉണ്ടാവില്ല. അതുപോലെ ഈ കോഴിക്കോട് നിലമ്പൂർ റോഡ് അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നിലമ്പൂർ നഞ്ചങ്കോട് പാത അതിന് മാറ്റം ഉണ്ടാവില്ല. പക്ഷേ മാറാത്തത് ഇനി മാറും എന്ന് ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതുവഴി കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ മാത്രമാണ് വികസനം ഉയർത്തിപ്പിടിച്ചത്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി ഈ BJP-യുടെ ഈ മുദ്രാവാക്യം, ഈ ലക്ഷ്യം ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഒരു റിഹേഴ്സലാണ്. വരുന്ന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പ് റിഹേഴ്സലാണ്. കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രാജ്യദ്രോഹ സംഘടനയുമായി, ഭീകര സംഘടനയുമായി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുപിടിക്കും എന്നുള്ളതിന് തെളിവാണ് ഈ നിലമ്പൂരിലെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിൻ്റെ സഖ്യം, അതേപോലെ PDP-യുമായുള്ള CPM-ൻ്റെ സഖ്യം. ഇനി ഏത് ലഷ്കർ ഇ തോയ്ബയായാലും ജെയ്ഷെ ഇ മുഹമ്മദ് ആയാലും വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇതേ നിലപാട് തന്നെയായിരിക്കും, ഇതേ ദേശവിരുദ്ധ നിലപാട് തന്നെയായിരിക്കും വരുന്ന ഇലക്ഷനിൽ സ്വീകരിക്കുക എന്നുറപ്പായിരിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, പഹൽഗാം കൂട്ടക്കൊല നടന്നിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പഹൽഗാം പാകിസ്ഥാൻ ഭീകര സംഘടനകൾ നടപ്പാക്കിയിട്ടുള്ള പഹൽഗാമിനെ അപലപിക്കാത്ത ഇന്ത്യയിലെ രണ്ട് സംഘടനകൾ, ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, PDP-യാണ്. പഹൽഗാമിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതിന് അനുകൂലിക്കാത്ത സംഘടനയും ജമാഅത്ത് ഇസ്ലാമിയാണ്, PDP-യാണ്. കാരണം സ്വാഭാവികമാണ്, ഈ രണ്ട് തീവ്രവാദ സംഘടനകളുടെ വിധേയത്വം പാകിസ്ഥാനോടാണ്. അപ്പോൾ പാകിസ്ഥാൻ വിധേയത്വമുള്ള തീവ്രവാദ സംഘടനകളുമായി ഒരു കേവലം 6-7 മാസത്തേക്കുള്ള MLA ലഭിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്നു, CPM സഖ്യമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഏത് അറ്റം വരെ പോകാനും ഏത് രാജ്യദ്രോഹ നിലപാട് സ്വീകരിക്കാനും കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും മടിയില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. ഇതാണ് അവർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട്. സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഹിന്ദു സമൂഹത്തിന് ഇപ്പം മതം നോക്കി നിരപരാധികളെ നിഷ്കരണം കൊലപ്പെടുത്തിയ പഹൽഗാം നാളെ നിലമ്പൂരിലും കേരളത്തിലും ആവർത്തിക്കില്ലെന്നത് പറയാൻ സാധിക്കുക? പഹൽഗാമിന് പിന്നിലെ തീവ്രവാദ സംഘടനകൾ ഇന്നത്തെ മുഖ്യ ഭരണകക്ഷിയായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് കോൺഗ്രസിനോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ഉള്ളത്. അപ്പോൾ തീവ്രവാദ സംഘടനകൾ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്നു, പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്നു. ഇത് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാളെ മതം നോക്കി കൊലപാതകം നടത്തുന്ന തീവ്രവാദ സംഘടനകളുടെ ഇത്തരം നികൃഷ്ടമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നാളെ നിലമ്പൂരിലും കേരളത്തിലും ആവർത്തിക്കുമെന്ന ആശങ്ക ഹിന്ദു സമൂഹത്തിനുണ്ട്, ക്രൈസ്തവ സമൂഹത്തിനുണ്ട്, ഇതുപോലെ സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ഈ ദേശവിരുദ്ധ രാജ്യദ്രോഹ നിലപാട് സ്വീകരിച്ച പാക് ഭീകരവാദ സംഘടനകളുമായിട്ട് പരസ്യമായി കൂട്ടുകൂടിയ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തയ്യാറാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതും
BJP NDA സഖ്യത്തിന് അനുകൂലമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, മാറാത്തത് ഇനി മാറാൻ വേണ്ടിയിട്ട് എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്ന സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യവുമായിട്ട് ജനവിധി തേടുന്ന BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്.